നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പ്രഭാത സമയത്തിന് വേണ്ടി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ലോകമെമ്പാടും ഈ ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അടിയങ്ങൾക്കും ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരു അവസരത്തെ തന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഒരു ആലയത്തിൽ വന്ന് അടിയങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടുന്ന സാഹചര്യം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഒരുമിച്ച് പാട്ടുകൾ പാടി വേദപുസ്തകം വായിച്ച് തിരുവചനം കേട്ട് ദൈവമേ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് മടങ്ങുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരേണ്ടുന്നവരെ എത്രയും വേഗത്തിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ അംഗങ്ങളെ അനുഗ്രഹിക്കണമേ, വേദങ്ങളെ അനുഗ്രഹിക്കണമേ, മുതിർന്നവരെ അനുഗ്രഹിക്കണമേ, ആവശ്യത്തിലിരിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ, രോഗാവസ്ഥയിലായിരിക്കുന്നവരെ എത്രയും അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാട്ടുപുസ്തകത്തിൽ നിന്ന് 3-ാമത്തെ പാട്ട് പാടി നമുക്ക് ആരാധന തുടരാം. 3-ാമത്തെ പാട്ട്. സർവലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്ത നമസ്കാരം, ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. തിരുവവതാരം നമസ്കാരം, ജഗതി രക്ഷിതാവേ നമസ്കാരം. നരതന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തന്നിൽ മരിച്ചോ നമസ്കാരം. നരതന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തന്നിൽ മരിച്ചോ നമസ്കാരം. പരിശുദ്ധാത്മാ നമസ്കാരം, പരമസദ്ഗുരുവേ നമസ്കാരം. ആരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. ആരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. തൊഴിലുള്ളോ നമസ്കാരം, ത്രിയേകനാഥ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യക്കടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യക്കടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. നമുക്ക് 9-ാം പുറത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. 9-ാം പുറത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥന. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടതയ്ക്ക് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം നാം ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമുള്ള പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങൾ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. 14-ാം പുറത്തിലുള്ള പൊതുവിലുള്ള സ്തോത്രം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 14-ാം പുറത്തിലുള്ള
പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആഴ്ചയിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനും ലോകത്തെ അവിടുത്തെ സ്നേഹത്തിനായി അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളാക്കുകയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിന് അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ യേശുമിശിഹായിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് 410 പാട്ട് ഒരുമിച്ച് പാടാം. ദൈവനാമഹത്വത്തിന് വേണ്ടി 410 പാട്ട്. ശ്രീയേശുനാമം അതിശയനാമം എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം എനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം എനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം എനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം എനിക്കിമ്പനാമം. പാപപരിഹാരം പാതകർക്കു നൽകാൻ പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരം പാതകർക്കു നൽകാൻ പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം എനിക്കിമ്പനാമം. ഇപ്പോൾ സങ്കീർത്തന ഭാഗം വായിക്കും.
സങ്കീർത്തനങ്ങൾ 15 നമുക്ക് ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനങ്ങൾ 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവഭക്തന്മാരെ ഉപകരിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പരീക്ഷയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാൾ കുരുങ്ങിപ്പോകുന്നില്ല. പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി 13-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 13-ാം അധ്യായം 8 മുതൽ 15 വരെ. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ നരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയും നശിപ്പിച്ചതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി അടച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിലും മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം നൽകി. ഈ ഭാഷയുടെ തിരുവചനമായി ദൈവമേ അനുഗ്രഹിക്കാതെ നമുക്ക്. വായനയ്ക്കായി നൽകിയിട്ടുള്ള ലേഖന ഭാഗം 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താൽപ്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിനും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ടും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല, താൽപ്പര്യപ്പെടുവാനും കൂടെ ഒരു ആണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താൽപ്പര്യപ്പെടുവാൻ മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം നിവർത്തി ഉണ്ടാക്കേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിൻ. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണം എന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം
ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പൊറുക്കിയവന് ഏറെയും കുറെ പൊറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. വായിച്ചുകെട്ട ദൈവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വായനയ്ക്കുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ ബേഥാന്യയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജടാമാംസി തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ, തൈലത്തിൻ്റെ ഈ വെറും ചെലവ് എന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭർഷിച്ചു. എന്നാൽ യേശു, അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കയില്ല. അവൾ തന്നാൽ ആവത് ചെയ്തു. കല്ലറയിലെ അടുക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തോളം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ പന്തിരുവരിൽ ഒരുവനായി ഇസ്കോരിയോത്തായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ചു പോകും. അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ചു വന്നു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ക്രിസ്തു നമ്മെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മുട്ടുകളെ മടക്കാം. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാഥാ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ അന്ന് പ്രാർത്ഥിക്കുവാൻ തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൽ പരിശുദ്ധ ആരാധനകൾ എല്ലാവരും ദേവാലയത്തിൽ നടത്തുമ്പോൾ അപ്പോൾ ഞങ്ങളിൽ അനേകം പേർ മുഴങ്കാൽ മടക്കി പലവിധമായ പ്രതിസന്ധികളിലൂടെ കർത്താവ് പലവിധമായ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ ദൈവസന്നിധിയിൽ വരാൻ കാത്തിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്കിപ്പോൾ ഒരു ദൈവാലയമില്ലാതെ ദൈവാലയത്തിൽ വന്ന് മുഴങ്കാൽ മടക്കി അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജനമുണ്ട്. ആ ജനങ്ങളെല്ലാം കർത്താവ് ഇന്ന് പല ഭവനങ്ങളിലായിരിക്കുകയാണ്. പലവിധമായ വിഷമങ്ങൾ അവർ അനുഭവിച്ചിട്ട് കർത്താവ് ഒന്ന് പ്രാർത്ഥിക്കുവാൻ ആലയമില്ലാതെ അനുഭവിക്കുകയാണ്. കർത്താവെ, ദയവുണ്ടാകണം. കർത്താവെ, ഭൗതികമായ നന്മകൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന നേതൃത്വത്തിൽ നിന്നും ഞങ്ങൾക്ക് കർത്താവ് നീതി ലഭിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ മുഴങ്കാൽ മടക്കി നിൽക്കുകയാണ്. നീതി ന്യായവും സ്വർഗത്തിൽ നിന്നുണ്ടാകുക, അവിടെ ഇടപെടണങ്ങൾ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ആരാധനയിൽ വഴി നടത്തുന്ന സാറിനായി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ബലം നൽകി അനുഗ്രഹിക്കണമേ. വചനം പ്രഘോഷിക്കുമ്പോൾ കർത്താവെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഓൺലൈനിലൂടെ കാണുന്ന അനേകം പേർക്ക് അതൊരാശ്വാസമായി തീരുവാൻ കൃപ ചെയ്ത് അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായ പ്രശ്നങ്ങളുണ്ടപ്പോൾ സാമ്പത്തികമായി വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അതിനുള്ള വഴികളെ തുറന്നു കൊടുക്കണമേ. കുടുംബത്തിൽ സമാധാനമില്ലാതെ കർത്താവ് പലവിധമായ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന അനേകം പേരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ദൈവമേ, ഞങ്ങളെ കർത്താവ് ആരാധനയിൽ ഇത്ര കാലം ഞങ്ങളെ വഴി നടത്തിയ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, വാർദ്ധക്യത്തിൽ നല്ല ഫലം കായ്ക്കുവാൻ കർത്താവ് വീണ്ടും കർത്താവെ ആരാധനകൾ നടത്തുവാനുള്ള കൃപ അച്ഛൻ നൽകി അനുഗ്രഹിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, ദൈവമേ, ദക്ഷിണ കേരള മഹാടവേഗയിലെ മുഴുവൻ ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി ധാരാളം വളരുവാൻ കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എല്ലാവരെയും. അവർക്ക് കർത്താവെ പരസ്പരം സുവിശേഷം പറയുവാൻ കർത്താവെ ഉള്ള കൃപകൾ കൊടുക്കണമേ. അനേകം പേരോട് സുവിശേഷം പറഞ്ഞ് കർത്താവെ, ദൈവമേ, ക്രൈസ്തവരായ അനേകം പേരെ വീണ്ടും സഭയോട് ചേർക്കുവാൻ കർത്താവെ, ദൈവമേ, കർത്താവെ, ആ ഒരു പഴയ കാലത്തെ ആത്മീയ സന്തോഷം വീണ്ടും ഉണ്ടാകുവാൻ ദക്ഷിണ കേരള മഹാടവേഗയിൽ വീണ്ടും
ആത്മീയ സന്തോഷങ്ങൾ ഉണ്ടാകുവാൻ കൃപ ചെയ്ത് അനുഗ്രഹിക്കണമേ കർത്താവെ. നല്ലൊരു ആത്മീയ നേതൃത്വത്തെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നാഥ. കർത്താവെ, സഭകൾ ഇനിയും പണിയുവാൻ അനേകം പേരെ ആത്മീയതയിലേക്ക് കൂട്ടിവരുത്തുവാൻ കഴിവുള്ള ഒരു നേതൃത്വത്തെ നൽകി അനുഗ്രഹിക്കണമെന്നാഥ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രിയ പിതാവേ, വീണ്ടും വേഗം വരുന്ന ഉയർത്തുന്നേറ്റ ശ്രേയനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാം തന്നെ ആമേൻ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കാമേക്കുള്ളതല്ലോ. ആമേൻ. ആരാധനക്രമത്തിൽ 22-ാം പുറത്തിൽ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമത്തിൽ 22-ാം പുറത്തുള്ള അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിൽ കന്യാമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ആധുനിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ നിന്നും 482-ാമത്തെ പാട്ട് പാടിയതിനു ശേഷം തിരുവചനാധ്യാനത്തിന് വേണ്ടി നമുക്ക് നീങ്ങാം. 482-ാമത്തെ പാട്ട്. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും, ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഉറ്റവരായിരുന്നവർ ദേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ഉറ്റവരായിരുന്നവർ ദേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൺശക്തിയാലെ നിത്യവും, വിൺശക്തിയാലെ നിത്യവും. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതില്ലിനി, മാറുവാനാവതില്ലിനി. മാറായുണ്ണി മരുവതിൽ സാരമില്ല, മാറായുന്നാഥനായേശു. മാറായുണ്ണി മരുവതിൽ സാരമില്ല, മാറായുന്നാഥനായേശു. മാറാത്ത വാക്കു തന്ന് മാറുമോ ആയവൻ, മാറാത്ത വാക്കു തന്ന് മാറുമോ ആയവൻ. മാറാമധുരമാക്കിടും, മാറാമധുരമാക്കിടും. വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ വിശാലമൂലനേറുന്നേ. വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ വിശാലമൂലനേറുന്നേ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും. വിശ്വാസനായക പ്രിയ,
വിശ്വാസനായക പ്രിയ, നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാൻ. നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാൻ. പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം. വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ പിതാവേ, അടിയങ്ങളങ്ങയുടെ വചനം ചിന്തിക്കുന്നതിന് വേണ്ടി പോകുന്നു. ദൈവമേ, അങ്ങ് കൃപയോടുകൂടി അടിയങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ശക്തി തന്ന അടിയങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തെ ചിന്തിക്കുന്നതിനും ദൈവമേ ധ്യാനിക്കുന്നതിനും വേണ്ടുന്ന കൃപ അങ്ങ് തന്ന അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അടിയങ്ങളിൽ 30, 60, 100 മേനി വിളയുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ. എല്ലാ നന്മകളാലും നിറച്ച് പരിപാലിക്കണം പരംപിതാവേ, ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തന്നിട്ടുള്ള ഭാഗം കാര്യവിചാരകത്വ ന്യായം എന്നുള്ളതാണ്. കാര്യവിചാരകത്വ ന്യായം നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിലായിരുന്നാലും ശരി, മറ്റ് പൊതുകാര്യങ്ങളിലായിരുന്നാലും ശരി, എല്ലാത്തിനും ഒരു കാര്യവിചാരകത്വം ഉണ്ടായിരിക്കണം. വേദപുസ്തകത്തിൽ കാര്യവിചാരകത്തെക്കുറിച്ച് പല തവണ പല സംഭവങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് നല്ലൊരു അടുക്കും ചിട്ടയും ഉണ്ടാകും എന്നുള്ളത് വാസ്തവമേറിയ കാര്യമാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും അത്തരത്തിലൊരു കാര്യവിചാരകത്വം നടത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അത് സാമൂഹ്യപരമായിട്ടുള്ള കാര്യവിചാരകത്വവും സാമ്പത്തികപരമായ വിചാരകത്വവും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ കൈവശം ഇരിക്കുന്നത് എന്താണോ നമ്മുടെ കയ്യിലുള്ള വിഭവം, അതിനെ കൃത്യമായ രീതിയിൽ വിനിയോഗം ചെയ്യുന്നതാണ് കാര്യവിചാരകത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്, പക്ഷെ അതിനെ എടുത്ത് ഉപയോഗിച്ച് ശരിയായ രീതിയിൽ വിനിയോഗം ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അതിനെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു വാക്കുകൊണ്ട് പലരും അതിനെ ചിന്തിക്കാറുണ്ട്. ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഒരു സാധനത്തെ മാക്സിമം അതിനെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെ ചൂഷണം ചെയ്യുക. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിച്ച്, അതായത് മറ്റുള്ളവർക്ക് വിറ്റ് അതിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്വർണ്ണ ഖനികളുള്ള ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിൽ അതിനകത്തുനിന്ന് സ്വർണം ഖനനം ചെയ്യാമോ അത്തരത്തിൽ ഖനനം ചെയ്ത് അതിനെ സാമ്പത്തിക സ്രോതസ്സിലേക്ക് നല്ലൊരു വഴിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും മോശമായ ചിന്താഗതികളുള്ളവരും ആ മോശമായ രീതിയിൽ തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മോഷണം നടത്തി ശീലമുള്ള ഒരാൾ അത് മോഷ്ടിച്ച് എങ്ങനെ മോഷ്ടിക്കാം, എത്രത്തോളം മോഷ്ടിക്കാം, ഏത് തരത്തിൽ മോഷ്ടിക്കാം, കൊലപാതകം ചെയ്യുന്ന ആൾ തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് കൊലപാതകം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതൊന്നും ഈ പറഞ്ഞ കാര്യവിചാരകത്വത്തിൽ ഉൾപ്പെടുന്നതല്ല. ദൈവം തന്ന നന്മകളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലാണ് കാര്യവിചാരകത്വം ഇരിക്കുന്നത്. ഇല്ലാതെ ഏതെങ്കിലും കാര്യങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം എൻ്റേതാണ് കാര്യവിചാരകത്വം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വളരെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ അബ്രഹാമും ഭാര്യയും അവിടെയുള്ള ലോത്തും വേർപിരിയുന്ന ഒരു കാര്യമാണ് നമ്മളതിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ 9-ാമത്തെ വാക്യത്തിൽ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രത്തോളം ഹൃദയവിശാലതയോടുകൂടിയാണ് അബ്രഹാം അവിടെ ഒരു ഉപദേശം നൽകുന്നത്. അതിൽ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായി. വളരെ കുറച്ച് ആളുകളെ ഉണ്ടെങ്കിൽ പോലും അവിടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് വന്നു എന്നുള്ളതാണ്. അവിടെ ഉണ്ടായ ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ജനപ്പെരുപ്പമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ജനപ്പെരുപ്പത്തിൻ്റെ അവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ ആ ഒരു പരിമിതമായ സ്ഥലത്ത്, വിശാലമാണ് അതിവിശാലമായ സ്ഥലം എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് തങ്ങി പാർക്കുന്ന ആ ഒരവസ്ഥയിൽ കൂട്ടമായിട്ട് ജനങ്ങളെന്ന് പറഞ്ഞാൽ ബന്ധുമിത്രാദികൾ തന്നെയാണ് അവിടെ ഉള്ളവരെല്ലാവരും. അബ്രഹാമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ്. പുതിയ തലമുറകൾ വന്നതാണ്.
അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടുതലായി ആടുമാടുകൾ ഇതെല്ലാം എണ്ണം വർദ്ധിച്ച് അവിടെ ഒരു ജനപ്പെരുപ്പം ഉണ്ടായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൃഗങ്ങളുടെ സമ്പത്തിലും പെരുപ്പം ഉണ്ടായി. അത് അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലോട്ട് എത്തിച്ചേർന്നു. അതാണ് ഒന്നാമത് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം. രണ്ടാമത് വേദോസ്തത്തിൽ തന്നെ പറയുന്നു, സമ്പത്ത് വലുതാക കൊണ്ട്. അവിടെയുള്ള പ്രധാന സമ്പത്ത് മൃഗസമ്പത്താണ്. അപ്പോൾ മാടുകൾ, ഒട്ടകങ്ങൾ ഇതെല്ലാം മൃഗസമ്പത്തിൽ. അപ്പോൾ അതിനെല്ലാം സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും കെട്ടുന്നതിനും മേയ്ക്കുന്നതിനും ഒക്കെ ഉള്ള അസൗകര്യങ്ങൾ പലതായിട്ട് വന്നു. ഓരോരുത്തരും അവർക്ക് സൗകര്യമായ രൂപത്തിൽ വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും ശ്രമിക്കുമ്പോൾ അത് സാധിക്കാതെ വരുമ്പോൾ അതിന് മുറുമുറുപ്പുണ്ടാവും. നമ്മുടെ കുടുംബങ്ങളിലായിരുന്നാൽ തന്നെയും കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ പണ്ടുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത് ശരിയായ ധനവിനിയോഗം നടത്താൻ സാധിക്കാതിരുന്നു എന്നുള്ളതാണ്. അവിടെ സമ്പാദിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കും, ചെലവാക്കുന്നവർ ചെലവാക്കുക മാത്രമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. അപ്പോൾ ജോലി ചെയ്യുന്നത് ഒരാളും അത് ഉപയോഗിക്കുന്ന മറ്റൊരാളും വന്നപ്പോൾ അതിനകത്ത് വലിയ വലിയ മുറുമുറുപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് നല്ലതെന്ന് പിൽക്കാലത്തുണ്ടായി. ഇന്ന് അണുകുടുംബങ്ങളായിട്ട് അത് മാറിത്തീർന്നു. ഇവിടെ സമ്പത്ത് വലുതാകൊണ്ട്, സ്വർണത്തിൻ്റെ സമ്പത്ത്, മറ്റു തരത്തിലുള്ള എല്ലാ സമ്പത്തും, നേരത്തെ പറഞ്ഞതുപോലെ മൃഗസമ്പത്ത്, അപ്പോൾ ജനങ്ങളുടെ എണ്ണം കൂടി, സമ്പത്ത് കൂടി. ഇത് രണ്ടും വന്നപ്പോൾ അവർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. പക്ഷേ ലോത്തും അബ്രഹാമും തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ബാക്കിയുള്ള ജനങ്ങൾ തമ്മിലും അല്ലെങ്കിൽ അവരുടെ ജോലിക്കാർ തമ്മിലും പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മുടെ സമീപത്തും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ അത്തരത്തിൽ ചെറുതോ വലുതോ ആയിട്ടുള്ളൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെ എങ്ങനെ പരിഹരിക്കും, അതിനെ എങ്ങനെ നമുക്ക് കാര്യവിചാരകത്വമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിലാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെ പരിഹരിച്ച് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. നാം സഹോദരന്മാരല്ലോ എന്ന് അബ്രഹാം ഒരിക്കൽ കൂടി ലോത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. ബന്ധുത്വത്തിൻ്റെ പാതയിൽ സഹോദരങ്ങളാണ് എന്നുള്ളത് അബ്രഹാമിനും അറിയാം, ലോത്തിനും അറിയാം. എങ്കിലും ഒരു കൂടിക്കാഴ്ച, ഒരു സംയമനത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകുന്ന അവസ്ഥ, നമ്മൾ അടിച്ചു പിരിയേണ്ടുന്നവരല്ല, നമ്മൾ സംസാരിച്ച് പിരിയേണ്ടുന്നവരല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു അക്രമ മാർഗം പിരിയേണ്ടുന്നവരല്ല, നമ്മൾ സഹോദരങ്ങളാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ ആ ഒരു ചിന്ത ഇന്നത്തെ സമൂഹത്തിലുണ്ടോ എന്ന് നാം പ്രത്യേകം ഓർമ്മിക്കുക. ചില വിട്ടുവീഴ്ചകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ആ വിട്ടുവീഴ്ചകളോടുകൂടി നാം സഹോദരന്മാരല്ലയോ എന്ന് പരസ്പരം ചിന്തിക്കുന്നതിനുള്ള, ഇന്ന് ദൈവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുന്നതിന് പോലും അവസരം തരാതെ ഒരു കൂട്ടര് ആ ചിന്ത നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എത്രത്തോളം വിഷമകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സഹോദരന്മാരല്ലേ, എന്നിട്ടും ഞങ്ങൾക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനൊരു ആലയം ഉണ്ടായിരുന്നത് തുറന്നു പോലും തന്നില്ലല്ലോ എന്ന്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, കണ്ണടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നിമിഷമെങ്കിലും ദൈവമേ അങ്ങയോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. പക്ഷേ അങ്ങയോട് പറയുന്നതിന് കാരണം ഞങ്ങൾക്കൊരു നാൾ അതിന് ഉത്തരം തരും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. നാം സഹോദരന്മാരല്ലോ. എപ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ടാകണം. നാം സഹോദരന്മാരാണ്. അപ്പോൾ ആ സഹോദരന്മാരാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കാര്യം കൂടെ പറയുന്നു, ദേശമെല്ലാം നമ്മുടെ മുമ്പാകെ ഇല്ലയോ. അതിലൊരു വഴക്കിൻ്റെ ആവശ്യമുണ്ട്, അവിടെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ദേശം ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട്. അത് നമ്മൾ ഒന്ന് ഒക്കുപ്പൈ ചെയ്താൽ മതി, അവിടെ ജോലി ചെയ്താൽ മതി, അവിടെ ഒരു കൂടാരം അടിച്ചാൽ മതി, അവിടെ താമസിച്ചാൽ മതി, അവിടെ കൃഷി ചെയ്താൽ മതി. എല്ലാ സൗഭാഗ്യവും നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ഇവിടെ സമ്പത്ത് ഒരിടത്ത് കുന്നുകൂടുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. പക്ഷേ ഈ സമ്പത്ത് ഇങ്ങനെ വിസ്തൃതമായ രീതിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദേശം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ സഹോദരങ്ങളാണ്. ഇവിടെ ജനപ്പെരുപ്പം കൂടി, സമ്പത്ത് നമ്മുടെ കൈവശമുണ്ട്, അത് വളരെ വിപുലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്കിനി ചെയ്യാനുള്ള ഒരു കർത്തവ്യം എന്ന് പറയുന്നത്, അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, എന്നെ വിട്ടുപിരിഞ്ഞാലും. അബ്രഹാം പിതാവ് സഹോദരനോട് പറയുകയാണ്, എന്നെ വിട്ടുപിരിയുക, നീ എന്നെ ഇന്നെ അള്ളിപ്പിടിച്ച് എൻ്റെ കൂടെ കൂടി നടക്കണ്ട. സ്വതന്ത്രമായ രീതിയിൽ നിനക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. ദൈവം നമുക്ക് അതിനുള്ള വഴി തന്നിരിക്കുന്നു, അതിനുള്ള സ്ഥലം തന്നിരിക്കുന്നു, അതിനുള്ള ഫലസമ്പത്തുകൾ തന്നിരിക്കുന്നു. വൃക്ഷങ്ങൾ, ലതാഗതികൾ, പച്ചക്കറി തോട്ടങ്ങളോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വയമായ രീതിയിൽ കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും തന്നിരിക്കുന്നു. പക്ഷേ
അതിന് നമ്മൾ കാര്യവിചാരകത്വമായിട്ട് ആലോചിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പോരായ്മകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറി മറ്റൊന്നിലോട്ട് ചിന്തിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ അവിടെ അബ്രഹാം പറയാണ്, എന്നെ വിട്ടുപിരിഞ്ഞാലും. അത് സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ലോകത്തിനത് സന്തോഷകരമായിരിക്കാം. കാരണം ലോകത്ത് എല്ലാ ഭാഗവും നോക്കി മനസ്സിലാക്കി വച്ചിരിക്കുകയായിരുന്നു. അതിൽ എന്നെ വിട്ടുപിരിഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ, അതായത് ഒരു എതിർപ്പും പറഞ്ഞില്ല. ഒരു പാർട്ടിഷൻ, 2 മക്കളുണ്ടായിരുന്ന ഒരു പിതാവ്, ഒരു മകൻ ദുർനടപ്പുകാരനായി ജീവിച്ച് സകലവും നശിപ്പിച്ച് കളഞ്ഞു. എനിക്ക് വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്ത് തരണം, എനിക്ക് വരേണ്ടുന്ന വസ്തുവിൻ്റെ പങ്ക്, ഓഹരി എനിക്ക് തരണം. അവിടെ ഒരു ഡിവിഷൻ. മൂത്ത മകനൊന്നും ചോദിച്ചില്ല. മൂത്തവൻ പിതാവിനോടുകൂടി തന്നെ പറ്റിച്ചേർന്ന് ജീവിക്കാൻ ശ്രമിച്ചു. എനിക്കുള്ളത് സമാഹരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വഴിയെ പോയി. ആ വഴിയെ പോയതിൽ ഒരുപാട് നാശവും കോട്ടവും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായെങ്കിലും ഇവിടെ അബ്രഹാം പറയുന്നത്, എന്നെ വിട്ടു പിരിഞ്ഞാലും, എന്നെ വിട്ടു പിരിയുക, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ മാറിപ്പൊയ്ക്കൊള്ളണം. അങ്ങനെ ലോത്ത് വലിയൊരു കൂട്ടം ജനവുമായിട്ട്, വലിയൊരു കൂട്ടം ആടുമാടുകൾ സമ്പത്തുകളുമായിട്ട് മാറിപ്പോവുകയാണ്. നല്ല ദേശമാണ് കിഴക്കോട്ടുള്ള ദേശം, നല്ല ജലപൂർവ്വമുള്ള സ്ഥലമാണ്, കൃഷിക്ക് അനുയോജ്യമായതാണ്, എല്ലാം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമാണെന്ന് കണ്ട് ലോത്ത് ആടുമാടുകളെയും ആളുകളെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് നന്നായിട്ട് ജീവിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു. എന്നാൽ മറ്റൊരു തരത്തിൽ അബ്രഹാം തിരഞ്ഞെടുക്കുന്നത് സ്വസ്ഥതയുള്ള ഒരു വാസമാണ്. ആ സ്വസ്ഥതയുള്ള വാസത്തെക്കുറിച്ച് പറയുമ്പോൾ, അബ്രഹാം ആ നാട്ടിൽ വരുമ്പോൾ മമ്രെ എന്ന് പറയുന്ന ഒരാൾ, അവിടുത്തെ ഒരു പ്രമുഖനാണ്, അബ്രഹാമുമായിട്ട് ഒരു സന്ധി ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇവിടെ താമസിക്കാം, ഒരുമിച്ച് ഇവിടെ പാർത്ത് നമുക്ക് വഴക്കില്ലാതെ പ്രശ്നമില്ലാതെ ജീവിക്കാമെന്ന് പറഞ്ഞൊരു തോപ്പ് മമ്രെ സ്വന്തം ആയിട്ട് കൊടുക്കുന്നു. മമ്രെ അവിടെ ഇരുന്നു കൊണ്ടാണ് പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്, പല കാര്യങ്ങളും ചെയ്തിരുന്നതെന്ന് വേദപുസ്തകം നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ മമ്രെ എന്ന് പറയുന്ന സ്ഥലം ഹെബ്രോന് 3 കിലോമീറ്റർ കിഴക്കായിട്ടാണ്. അവിടെ അതിശയകരമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഒന്ന്, അവിടെ അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിത് യഹോവയ്ക്ക് യാഗം അർപ്പിച്ചു എന്ന് പറയുന്നത്. പാഴും ശൂന്യമായി കിടന്ന ഒരു സ്ഥലത്ത് അന്നൊരു യാഗപീഠം അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനാമത്തിന് സ്തുതി അർപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു യാഗപീഠം പണിത് ഏത് തരത്തിലാണോ യാഗം നടത്തേണ്ടത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചിട്ട് അവിടെ ഒരു യാഗം കഴിച്ച് ദൈവത്തിന് സ്തുതി അർപ്പിച്ചു. നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് എവിടെയാണോ തന്നത് ആ സ്ഥലത്ത് നിങ്ങൾ ദൈവത്തിന് സ്തുതി അർപ്പിക്കുക, അതിൽ മാറ്റം വരുത്തരുത്, അതിൽ നിങ്ങൾ നിഷ്ഠയുള്ളവരായിരിക്കണം. അങ്ങനെ അബ്രഹാം അവിടെ ആ പറഞ്ഞ മമ്രയുടെ തോപ്പിൽ തന്നെ ഒരു യാഗപീഠം പണിയുന്നു എന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത, സോദോം ഗോമോറ എന്ന പറഞ്ഞ പ്രദേശം, ആ പ്രദേശം ലോത്ത് സെലക്ട് ചെയ്ത പ്രദേശമാണ് സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി. പക്ഷേ അവിടെ ദുഷ്ടന്മാരും ദുർനടപ്പുകാരുമായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സ്ഥലം നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ദൈവം ഒരു തീരുമാനമെടുത്തപ്പോൾ, ദൈവമേ അത് നശിപ്പിക്കരുത്, അവിടെ 20 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, 5 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, ദൈവത്തോട് ആ ഒരു പ്രദേശത്തിന് വേണ്ടി, ആ ഒരു സ്ഥലത്തിന് വേണ്ടി ബാർഗെയിൻ ചെയ്ത് വഴക്കുണ്ടാക്കി ഒരു കണ്ടീഷനാക്കി അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിച്ച് കളയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രദേശമാക്കി മാറ്റാനായിട്ട് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ച സ്ഥലമാണ് മമ്രയുടെ തോപ്പ്. അവിടെ ദൈവത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം പരസ്പരം അബ്രഹാമായിട്ട് സമ്മതിക്കുകയാണ്, ഇല്ല ഞാൻ നശിപ്പിക്കില്ല, ഇത്ര പേരുണ്ടെങ്കിലോ എങ്കിലും ഞാൻ നശിപ്പിക്കില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അബ്രഹാമിനും ഒരു ചിന്ത വരുന്നുണ്ട്, ഇത്രയും പേരെങ്കിലും കാണാതിരിക്കില്ല. കാരണം ദൈവത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോത്ത് അവിടെ പോയത്. ദൈവത്തെ നേരത്തെ അറിവുണ്ടായിരുന്നു. യഹോവയെ ദൈവം മഹാകാരുണ്യവാനെന്ന് അറിയാമെന്നുള്ള ലോത്ത് തന്നെയാണ് ഈ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിലേക്ക് പോയിരിക്കുന്നത്. അവിടെയും ദൈവത്തെ പിൻപറ്റി ജീവിക്കുന്നുണ്ടാവും എന്ന് അബ്രഹാമിനുള്ള ആ ഒരു വിശ്വാസത്താലാണ് ശരി എന്നുള്ള ഒരു പിൻവാങ്ങൽ. അല്ലെങ്കിൽ കുറച്ചുകൂടെ വീണ്ടും പറയുമായിരുന്നു കാണും, ഒരാളും ഇല്ലെങ്കിൽ പോലും നശിപ്പിക്കരുത്. ഒരു പക്ഷേ അബ്രഹാം അങ്ങനെ പറഞ്ഞാൽ പോലും ദൈവം കേൾക്കുമായിരുന്നു. കാരണം അബ്രഹാം ദൈവത്തോട് അത്രയും അടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. ലോകത്തിലുള്ള അമിതമായ വിശ്വാസത്താലാണ്
തീർച്ചയായിട്ടും അവൻ ദൈവവിശ്വാസിയായിരിക്കും. കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോയത്. ഇതിനു പുറമെ മമ്രയുടെ തോപ്പിന് വേറൊരു പ്രത്യേകതയുണ്ട്. ദൂതന്മാരെ സ്വീകരിച്ച സ്ഥലമാണ്. 3 പേര് വരുന്നത് കണ്ടപ്പോൾ അവരെ കുമ്പിട്ട് വണങ്ങി, ഭൂമിയോളം താണ് കുമ്പിട്ട് വണങ്ങി അവരെ ചെന്ന് അല്പം വിശ്രമിച്ച്, ഈ തൽക്കാലം ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വിശ്രമിക്കണം, അത് കഴിഞ്ഞിട്ട് അല്പം ആഹാരം കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ആഹാരവും കഴിച്ച് വേർപിരിഞ്ഞ സ്ഥലമാണ് ഈ മമ്രയുടെ തോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദൈവദൂതന്മാർ വന്നു ചേർന്ന സ്ഥലമാണ്. അപ്പോൾ അബ്രഹാം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ നീതിയുക്തമായ ഒരു സ്ഥലമായിരുന്നു, ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇതിനെല്ലാം പുറമെ ഈ മമ്രയുടെ തോപ്പിൽ വച്ചാണ് അബ്രഹാം ഒരു അനുഗ്രഹം ദൈവദൂതന്മാർ കൊടുക്കുന്നത്. അടുത്ത തവണ ഞങ്ങളിവിടെ വരുമ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യ സാറായി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കും. അപ്പോൾ 100 വർഷം പഴക്കമുള്ള ഒരു മനുഷ്യനൊരു കുഞ്ഞിനെ ലഭിക്കുന്ന വലിയൊരു ഭാഗ്യം അവിടെ വാങ്ങിക്കുന്നതും മമ്രയുടെ തോപ്പിലാണ്. അപ്പോൾ മമ്രയുടെ തോപ്പിന് അത്രയും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യന് വേണ്ടിയിട്ട് കരുതി വച്ചിരുന്നതാണ്. യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്കും സമ്പുഷ്ടമായിട്ടുള്ള ഒരു തോട്ടം പോലെയായിരുന്നു മമ്രയുടെ തോപ്പ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അബ്രഹാം പ്രാർത്ഥിച്ച് അബ്രഹാം അനുഗ്രഹങ്ങളെ പ്രാപിച്ചു. പക്ഷേ ഇഷ്ടപ്രകാരം ആര് മാറിപ്പോയോ അവർക്ക് വലിയൊരു നാശം സംഭവിച്ചു എന്നുള്ളതാണ്. ആ സോദോം ഗോമോറ പട്ടണം കത്തിയിരിയുന്ന ആ ഒരു ഭീകരമായ രംഗം ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ സമ്പുഷ്ടമായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലോത്തും കുടുംബവും ബാക്കിയുള്ള എല്ലാ പരിവാരങ്ങളും. പക്ഷെ അതെല്ലാം നാശത്തിന് കാരണമായിട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള കാര്യവിചാരകത്വത്തിലുണ്ടായിരുന്ന പോരായ്മയാണ്. എവിടെയൊക്കെയാണോ നമ്മൾ പോരായ്മ സംഭവിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പുറകിൽ കാര്യവിചാരകത്വത്തിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അത് നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ അതിന് ദൈവം ഉത്തരം തരുള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കുന്നതിന് ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടായേക്കാം, പക്ഷെ ഒരിക്കലും അവനത് തരാതിരിക്കില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള നന്മകൾ ദൈവം തരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ്, പക്ഷേ ചിലപ്പോൾ അല്പം സമയമെടുക്കുമെന്നേ ഉള്ളൂ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒന്നും തന്നില്ല, ദൈവം എനിക്കൊരു നീതിയും തന്നില്ല, ദൈവം എനിക്ക് സന്തോഷത്തോടുകൂടി പെരുമാറുന്നില്ല എന്നുള്ള ഒരു ചിന്ത മനുഷ്യർക്കുണ്ടാകുകയാണെങ്കിൽ ഇല്ല, ഒരിക്കലുമില്ല. ദൈവം നമ്മോട് നീതിയോടുകൂടി തന്നെയാണ് പെരുമാറുന്നത്, പക്ഷേ അല്പം സമയമെടുക്കുമെന്നുള്ളൂ എന്ന കാര്യം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും കൂടെ, പല അനുഭവങ്ങളിലും കൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതിൻ്റെ ചിന്തയാക്കിയിട്ട് ഇന്നത്തെ വായന ഭാഗത്തിൽ, ലേഖന ഭാഗത്തിൽ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്നെടുക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തിയുള്ളതുപോലെ പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. ഇവിടെ ആ 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ട്, ഒന്നാമത് കഷ്ടത എന്ന് പറയുന്നത് ദൈവം കൽപ്പിച്ചിട്ടുള്ള ഒരു കഠിന ശോധന തന്നെയാണ്. നമ്മളെപ്പോഴും നന്നായിട്ട് പോകാനും നന്നായിട്ട് ഓടാനും നന്നായിട്ട് ജീവിക്കാനും നന്നായിട്ട് ആഹാരം കഴിക്കാനും സമൃദ്ധമായ രീതിയിൽ ഉറങ്ങാനും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും ചിലപ്പോൾ ഉറക്കം കിട്ടാത്ത ദിവസങ്ങൾ, ആരോഗ്യമില്ലാത്ത ദിവസങ്ങൾ, വേദനയുള്ള ശരീര അവസ്ഥകൾ, മറ്റു പല രോഗങ്ങൾ, മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, ബന്ധുക്കൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, വേദനകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം പല ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യ അവസ്ഥകളും, സന്തോഷ സമൃദ്ധി, ഈ കഷ്ടതയിലും സന്തോഷ സമൃദ്ധിയുണ്ട്, അതോടൊപ്പം തന്നെ മഹാദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അപ്പോൾ ഈ പറഞ്ഞ കഷ്ടതകളും പ്രശ്നങ്ങളും പരീക്ഷകളും ഉണ്ട് എങ്കിൽ പോലും അവിടെയും ദൈവം നമുക്ക് തന്നിട്ടുള്ള കാരുണ്യം എന്ന് പറയുന്ന ഒരു ഔദാര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത സന്തോഷം നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ട് ദൈവം കാരണമായി തീർന്നു എന്ന് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യത്തിൽ വ്യക്തമായിട്ട് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഷ്ടതയിൽ പതറിപ്പോകരുത് എന്നുള്ളതാണ്. അവിടെയും നമ്മൾ ഒരു കാര്യവിചാരകത്വം നടത്തണം.
എന്തുകൊണ്ട് നമുക്ക് ഈ കഷ്ടതയിൽ നിന്ന് നമുക്ക് എങ്ങനെ കരകയറാം, ഈ പ്രയാസത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ കയറാം? അപ്പോൾ അതിന് വേണ്ടുന്ന വഴികൾ ദൈവം നമുക്ക് കാണിച്ചു തരും. എത്രയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടാകുന്ന, ഒരു നിമിഷം കൊണ്ട് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനകത്തൊരു കുടുംബം നശിച്ചു പോകുന്ന ഒരവസ്ഥ, സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്ന, മാനസികമായിട്ട് തകർന്നു പോകുന്ന, കൽക്കുമ്പാരത്തിൻ്റെ ഇടയിൽ ഒരു മാതാവ് കിടന്ന് നിലവിളിക്കുന്നു, ശബ്ദം പുറത്ത് കേൾക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളത്. കളിച്ചുകൊണ്ട് നടന്ന കുട്ടികളെ പട്ടിയടിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പേവിഷബാധയേറ്റ് കുഞ്ഞുങ്ങൾ അമ്മയുടെയും അപ്പൻ്റെയും മറ്റ് സഹോദരങ്ങളുടെയും മുമ്പേ വെച്ച് കുരച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥ. ജീവിതം ഭയാനകമാണ്. നാം ചിന്തിക്കുന്നത് പോലെ അത്ര സുഖകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പക്ഷേ ആ കഷ്ടതയിലും ദൈവം നമുക്ക് നന്മ തരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നമുക്ക് സൗഭാഗ്യം തരുന്നു, നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു. അതിൽ കൂടെ നമുക്ക് ദൈവനാമത്തിന് വേണ്ടി ഔദാര്യത്തോടു കൂടി തന്നെ ചെയ്യുന്നതിനും കൊടുക്കുന്നതിനും വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുന്നതിനും സഭകൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം എല്ലാം ഈ 2 കൊരിന്ത്യരുടെ പുസ്തകത്തിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന നന്മകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് ജീവിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇന്ന് വായനയ്ക്ക് വേണ്ടിയിട്ടെടുത്ത സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം നോക്കുമ്പോൾ, അവൻ ബെഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ, കുഷ്ഠരോഗികളുമായിട്ട് യഹൂദന്മാർക്ക് അവിടെയുള്ള ആ സാഹചര്യ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് യാതൊരു സമ്പർക്കവുമില്ല. ഇവിടെ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് കുഷ്ഠരോഗമായിരുന്നാലും പ്രശ്നമില്ലെന്നാണോ? അല്ല. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിലാണ് ഈ പറഞ്ഞ ശീമോൻ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ആ ശീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ, പന്തിയിലെന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ നിരനിരയായിട്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ അവിടെ വന്നിട്ട് വെങ്കൽ ഭരണിയിൽ സ്വച്ഛ ജടാമാംസി തൈലം പൂശുന്നു. ആ തൈലത്തിൻ്റെ പ്രത്യേകത, ആ സ്വച്ഛ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്യുവർ എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥമാണ് അതിനകത്ത്. വളരെ പരിശുദ്ധമായ ജഡാമാംസി തൈലം എന്ന് പറഞ്ഞാൽ, ജഡാമാംസി എന്ന് പറയുന്ന ഒരു ചെടി, ആ ചെടിയിൽ നിന്നും വാറ്റിയെടുക്കുന്ന പ്രത്യേക മണമുള്ള ഒരു, അതായത് സെൻറ്റ്, പരിമള തൈലം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ് ജഡാമാംസി. അതിൽ നിന്നും എടുക്കുന്ന ഒരു തൈലമാണ് സ്വച്ഛ ജഡാമാംസി തൈലം. എന്തുകൊണ്ട് സ്വച്ഛ എന്നുള്ള വാക്ക് ചേർത്തെന്ന് ചോദിച്ചാൽ, ഇത് ഈ പറഞ്ഞ സാധനം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് ഇതിനകത്ത് മായം ചേർക്കാറുണ്ട്. അത് വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. മായം ചേർത്ത് മാത്രമേ ഇത് സാധാരണ രീതിയിൽ കിട്ടാറുള്ളൂ. പക്ഷേ ഈ സ്ത്രീ മായം ചേരാതെ ലഭിക്കുന്ന ഒരു സാധനം, ഈ സ്വച്ഛ ജഡമാംസി തൈലം ശേഖരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വില പറയുമ്പോൾ ഇതിനെ വിറ്റ് 300 വെള്ളിക്കാശിലധികം കിട്ടുമായിരുന്നു. യേശുക്രിസ്തുവിനെ വിറ്റത് വെറും 30 വെള്ളിക്കാശിനാണ്. അതിൻ്റെ 10 ഇരട്ടി വില യേശുക്രിസ്തുവിൻ്റെ തലയിൽ ഒഴിച്ചു കൊടുത്ത ഈ തൈലത്തിന് അന്ന് കിട്ടും. ഏറ്റവും കുറഞ്ഞ വിലയാണ് ആ പറഞ്ഞത്. അതിനേക്കാളും വില കിട്ടുന്ന ഈ തൈലത്തിന് എന്തിന് വെറുതെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നു? അപ്പോഴാണ് യേശുക്രിസ്തു പറയുന്നത്, അവൾ ചെയ്തത് എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഞാൻ അധികം ദിവസം ആവുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോകും. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവള് അത് കണ്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ അറിഞ്ഞ് മനസ്സിലാക്കി, എൻ്റെ അവസാന കാലത്തിന് വേണ്ടി എന്നെ അടക്ക സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യം അവൾ ഇപ്പോഴേ നേരത്തെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പം മാത്രമല്ല, ഈ ലോകാവസാനം വരെ ദൈവവചനം എവിടെയൊക്കെ ഘോഷിക്കപ്പെടുമോ അവിടെയെല്ലാം ഈ സംഭവം ഓർമ്മിക്കും എന്നുള്ളതാണ്. എന്തിനാണ് ഇവിടെ ഓർമ്മിക്കുന്നത്? അവിടെ ഒരു കാര്യവിചാരകത്വം ഉണ്ടായില്ലേ? പലപ്പോഴും ആരെങ്കിലുമൊക്കെ മരിച്ചു പോകുമ്പോൾ മരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ കൂടെ ഒന്ന് ചിന്തിക്കണം. ഒരു തുണി മാറ്റി വിരിച്ചു കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥ. ആളില്ലാത്തതുകൊണ്ടല്ല, മനസ്സില്ലാത്ത ഒരവസ്ഥ, ആളിന് മനസ്സില്ലാത്ത അവസ്ഥ. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അവസാനം കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ മരിച്ചു. ഇനിയാണ് ആഡംബരം ആരംഭിക്കുന്നത്. നല്ല തേക്കിലോ ഈട്ടിയിലോ ഉള്ള ഒരു പെട്ടി കൂട്ടും. എത്ര രൂപയാണ്? എത്ര രൂപയായിരുന്നാലും സാരമില്ല, അതിൻ്റെ നീളം വീതി എടുത്തിട്ടൊരു പെട്ടി വാങ്ങിച്ചുകൊണ്ട് വരിക. സമൂഹത്തിൽ കാഴ്ചയ്ക്ക് പറ്റിയ ഒരു പെട്ടി, അതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പൊടിപ്പും തൊങ്ങലും എല്ലാം വച്ച് പിടിപ്പിച്ച് ഇവിടെ ഒരു അടക്കം ചെയ്യണം. കാരണം ഇന്നയിടത്തുള്ള ഇന്നയാളിൻ്റെ അപ്പം മരിച്ചുപോയി. അപ്പോൾ അതിൻ്റേതായ മഹാത്മ്യം ഉണ്ടാകണം. പക്ഷെ അപ്പൻ കഴിഞ്ഞ ദിവസം വരെ ഈറ്റപ്പായിൽ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കിടന്ന്
നരകിക്കുകയായിരുന്നു. അവിടെ ഇവിടെയും തമ്മിലുള്ള കാര്യവിചാരത്വത്തിൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്? നമുക്ക് അവരോട് ഔദാര്യം കാണിക്കാൻ, സമസൃഷ്ടങ്ങളോട് ഔദാര്യം കാണിക്കാൻ കഴിയാതെ വെട്ടിക്കൂട്ടുന്നതിൽ മാത്രം ഔദാര്യം കാണിച്ച് വലിയ ആഡംബരം നടത്തി 1000 പേർക്ക് സദ്യയും കൊടുത്തിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു നേരത്തെ സ്വന്തം പിതാവിന് ആഹാരം കൊടുക്കാൻ തയ്യാറല്ലാത്ത മക്കളാണ് 1000 പേർക്ക് മരണത്തിന് ശേഷം വലിയ വിഭവസമൃദ്ധമായ സദ്യ ഊട്ടിക്കൊടുക്കുന്നത്. പലയിടത്തും സംഭവിക്കുന്നതാണ്. കാരണം ആ സമൂഹത്തിന് വില വേണമെങ്കിൽ, സമൂഹത്തിൽ അവർക്ക് വില വേണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ തീരൂ. ഇവിടെ കാര്യവിചാരത്വത്തിൽ ഈ സ്ത്രീ ചെയ്തത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് സ്വന്തം 300 രൂപ 300 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയതായിരിക്കില്ല. പല ദിവസങ്ങളായിട്ട് ചില്ലിക്കാശുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടായിരിക്കാം ഈ 300 വെള്ളിക്കാശ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് വാങ്ങിച്ചത്. കാരണം ആ സമയത്ത്, ഈ പൈസ ഉണ്ടാക്കുന്ന സമയത്തെല്ലാം ദൈവത്തോടുള്ള ഒരു ബന്ധമുണ്ടായിരിക്കുന്നു. എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ ചുംബിച്ചുകൊണ്ട് പാദപീഠത്തിൽ ഈ തൈലം പൂശണം, തലയിൽ ഈ എണ്ണ ഒഴിക്കണം. കാരണം അത് ദൈവത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നാമും അതുപോലെ നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്? പലർക്കും പല രീതിയിലായിരിക്കും ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ സമൂഹത്തിന് എന്താണ് ആവശ്യം, അത് നമ്മൾ ചെയ്യണം. അത് എന്താണെന്ന് നമ്മൾ അറിയണം. അവിടെ നമ്മുടെ കാര്യവിചാരകത്വം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം അവിടെ നിറവേറ്റണം. അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി ദൈവം നമുക്ക് എല്ലാവിധ നന്മകളും തന്നിട്ടുണ്ട്, എല്ലാവിധ കൃപകളും തന്നിട്ടുണ്ട്. പക്ഷെ ആ കൃപകളെ അനുയോഗ്യമായ രൂപത്തിൽ വിനിയോഗിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നീതിയാണ്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ആ ഒരു വാത്സല്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ നമ്മോടെപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്യത്തിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ആരാധന ഇന്ന് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ പിതാവേ, ദൈവമേടിയങ്ങൾക്ക് അങ്ങയുടെ മുമ്പാകെ കൂടിയിരുന്ന് ദൈവമേ പ്രാർത്ഥിച്ച് പാട്ടുകൾ പാടി വേദവചനം വായിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ഒരു അവസരത്തെ കൂടെ തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവം അടിയങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തന്നെ പോകുന്നു എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. അടിയങ്ങളുടെ കുറവ് കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗത്തിൽ ഞങ്ങൾക്കൊരു സഭ തന്ന് ആരാധനയ്ക്കുള്ള സ്ഥലം തന്ന് ഞങ്ങൾക്ക് ആരാധിക്കുന്നതിന് വേണ്ടി, കത്തീഡ്രൽ സഭയായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി ദൈവമേ അങ്ങ് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അധികാരികളുടെ മേൽ ദൈവമേ അങ്ങ് സമ്മർദ്ദം ചെലുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കഴിഞ്ഞ ഒരാഴ്ച വട്ടം മുഴുവനും അടിയങ്ങളെ സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചു. അടുത്ത ഞായറാഴ്ചയിലും അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ അങ്ങ് കൃപ ചെയ്യണമേ. യാത്രയിലായിരിക്കുമ്പോഴെല്ലാം അങ്ങയുടെ സാന്നിധ്യം വേണം. യാതൊരു തരത്തിലുള്ള അപകടങ്ങളോ ആപത്തുകളോ ഒന്നും തന്നെ ഉണ്ടാകാതെ കാത്തുകൊള്ളണം. വൈദ്യുതിയിൽ നിന്നോ പ്രകൃതിക്ഷോഭം മുഖാന്തരയോ ഇഴയന്തുക്കളിൽ നിന്നോ ഒന്നും ഒരു ദോഷവും തട്ടാതെ വണ്ണം അങ്ങ് കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ കരങ്ങളാൽ അടിയങ്ങളെ മറച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ തന്നിട്ടുള്ള എല്ലാ കൃപകളും അടിയങ്ങൾ ദൈവമേ നന്ദിയോടുകൂടി തന്നെ ഏറ്റുവാങ്ങുന്നതിന് അടിയങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാചിച്ചാലും അധികം നന്മകളാൽ നിറയ്ക്കണം പരമപിതാവേ. ആമേൻ. ആശീർവാദം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സനെ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സനെ ഉടയ മഹോന്നത പരനെ വന്ദനം